പ്രിയ ദൈവമക്കളെ, എങ്ങനെയാ ഈ കാലത്തിൽ ദൈവത്തെ പരീക്ഷിക്കുന്നത്? നമ്മളിൽ ചിലർക്ക് അറിവ് കിട്ടി. ഏതേലും ഒന്നോ രണ്ടോ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വേദശാസ്ത്രം തന്നെ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യും. കൊറോണ വൈറസിന്റെ കെടുതിയാൽ ലോകം മുഴുവൻ ഭാരപ്പെടുമ്പോൾ, ലോകം മുഴുവൻ വിലപിച്ച് കരയുമ്പോൾ, എന്ത് സംഭവിക്കുമെന്ന് അറിയാതിരിക്കുമ്പോൾ ഞാൻ വീഴത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ ഇത് തൊടത്തില്ല, ഞങ്ങളുടെ ഭവനത്തിലോട്ട് ഈ വൈറസ് കയറത്തില്ല. അത് തന്നെയല്ലേ ആ 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ. കൊരിന്ത് സഭയിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവർക്ക് ഭയങ്കര ചിന്തയാ, ഞങ്ങൾ വീഴത്തില്ല. ഞങ്ങൾ ദൈവത്തെ, അവരറിയാതെ ദൈവത്തെ ടെസ്റ്റ് ചെയ്യുക, വിഗ്രഹാർപ്പിതം ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ മനസ്സിൽ വരുന്നത് ഇതൊന്നും ഞങ്ങളെ തൊടാനൊക്കത്തില്ല, കാരണം ഇൻഷുറൻസ് ഞങ്ങൾക്കുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും വിളിച്ചു പറയട്ടെ, സ്നാനപ്പെട്ട ദൈവജനമേ, ആത്മാവിനാൽ നിറയപ്പെട്ട ദൈവജനമേ, നമ്മൾക്ക് ആത്മാവെന്ന അച്ചാരം ലഭിച്ചത് ഈ വൈറസിനെതിരെ ഒരു ഇമ്മ്യൂണിറ്റി അല്ല നമുക്ക് ലഭിച്ചത്, അതിനെതിരെ ഒരു വാക്സിനേഷൻ അല്ല നമുക്ക് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, ആത്മാവെന്ന അച്ചാരം, ആത്മാവെന്ന സീലുണ്ടെങ്കിൽ, എന്താ സീല് കാണിക്കുന്നതെന്ന് അറിയാമോ? അകത്തുള്ളത് സുരക്ഷിതമാണെന്ന്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരാളിൽ വന്നാൽ കൊറോണ വൈറസിന് പിന്നെ ശരീരത്തെ തൊടാനൊക്കത്തില്ല, അകത്തുള്ളത് സുരക്ഷിതം. അറിവില്ലായ്മയിൽ നിന്ന് പറയുന്നതാണത്. ആത്മാവെന്ന അച്ചാരം ലഭിച്ചവർക്ക് കൊറോണ വൈറസിൽ നിന്നും ഒരു സുരക്ഷിതത്വമല്ല ആത്മാവ് വാഗ്ദത്തം ചെയ്യുന്നത്. പിന്നെന്താ വാഗ്ദത്തം ചെയ്ത്? ദൈവത്തെ പരീക്ഷിക്കരുത്. എന്താ വാഗ്ദത്തം ചെയ്തത്? ഈ ഞായറാഴ്ച ദിവസം വെളിയിൽ ഇറങ്ങരുതെന്ന് ഗവൺമെന്റിന്റെ ഉന്നതതല അധികാരികൾ അറിയിച്ചിരിക്കുന്നു. നമ്മൾ ദൈവത്തെ പരീക്ഷിക്കരുത്, ഇതൊന്നും എന്നെ ബാധിക്കാത്ത മട്ടിൽ എനിക്ക് ഇറങ്ങി നടക്കാൻ ഒക്കത്തില്ല, ദൈവം എന്നെ സൂക്ഷിച്ചുകൊള്ളും, ഞാൻ രക്ഷിക്കപ്പെട്ടവനാ, ഞാനൊരു ദൈവമകനാ എന്ന് പറഞ്ഞ് എനിക്ക് ഇറങ്ങി നടക്കാൻ ഒക്കത്തില്ല. എനിക്കൊരു വേറൊരു വാക്സിനേഷൻ ലഭിച്ചിട്ടില്ല. ഈ ലോകത്തിൽ വേറൊരാൾക്ക് ഈ വൈറസ് വരുവാൻ സാധ്യതയുള്ളതുപോലെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കോ എനിക്കോ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ആത്മാവ് ലഭിച്ച ഒരാൾ ഒരു കാര്യം തിരിച്ചറിയണം. ആത്മാവെന്ന അച്ചാരം ഒരാളിൽ വന്നെങ്കിൽ അത് കാണിക്കുന്നത് എന്താ? എന്നിലെ പ്രത്യാശയെ എടുത്തു കളയുവാൻ ഈ വൈറസിന് കഴിയുകയില്ല. കർത്താവ് എന്നോട് വിളിച്ചു പറയുന്നു, റോമാലേഖനം 8 എഴുതിയിരിക്കുന്നു, ആത്മാവെന്ന അച്ചാരം കിട്ടിയവർ പുത്രത്വത്തിനായി കാത്തിരിക്കുന്നു. ഈ ശരീരം ഒഴിഞ്ഞു പോയാലും നിത്യമായ തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം എനിക്കായി ഒരുക്കപ്പെടുന്നു. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ വിളിച്ചു പറയുന്നത്, കൂടാരമായ ഭൗമഭവനം ഒഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യമായൊരു ഭവനം. ഈ താഴ്ചയുള്ളത് അമർത്യത്തെ ധരിക്കുന്ന ഒരു ദിവസം. ആത്മാവിനെ കിട്ടിയവരുടെ പ്രത്യാശ ഈ ലോകത്തിൽ രോഗം വരത്തില്ല എന്നുള്ളതല്ല, ഈ ലോകത്തിൽ മരിക്കുകയില്ല എന്നുള്ളതല്ല. മരണം വന്നേക്കാം, രോഗം വന്നേക്കാം. എൻ്റെ ജീവിതം രോഗം കൊണ്ടോ മരണം കൊണ്ടോ തീരുന്നില്ല. മരണത്തെ തോൽപ്പിച്ച യേശു എൻ്റെ നായകനാണെങ്കിൽ ഞാനും ഉയർക്കും. അതാണ് പ്രത്യാശ.